ഇന്ത്യക്ക് രണ്ടു വഴിയുണ്ട്. ഒന്നുകിൽ വെള്ളം തരുക, അല്ലെങ്കിൽ യുദ്ധം. ഇന്ത്യക്കു നേരെ വീണ്ടും യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലാവൽ ഭൂട്ടോ രംഗത്തു വന്നിരിക്കുന്നു. സിന്ധു നദീജല കരാർ ഇന്ത്യ ഇനി ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഭീഷണിയുമായി ബിലാവൽ രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം തരണമെന്നും അല്ലെങ്കിൽ വീണ്ടും യുദ്ധം വേണ്ടിവരുമെന്നുമായിരുന്നു ബിലാവൽ ഭൂട്ടോയുടെ പരസ്യ പ്രതികരണം. ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം നമ്മൾ ഉപയോഗിക്കുമെന്നും പാകിസ്ഥാനിലേക്ക് ഒഴുക്കിയിരിക്കുന്ന ജലം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ഇതിനു മറുപടിയായാണ് ബിലാവൽ ഭൂട്ടോ തിങ്കളാഴ്ച പാർലമെന്റിൽ യുദ്ധഭീഷണി മുഴക്കിയത്. ഇന്ത്യക്ക് മുന്നിൽ രണ്ടു വഴികളാണുള്ളത്. ഒന്നുകിൽ സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലം ന്യായമായി വിഭജിക്കുക, അല്ലെങ്കിൽ സിന്ധു നദീജല കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള 6 നദികളിൽ നിന്നും ഞങ്ങൾ ജലം പാകിസ്ഥാനിലേക്ക് എത്തിക്കും. സിന്ധു നദീജല കരാർ ഇനി ഇല്ല, അത് അസാധുവാക്കപ്പെട്ടു എന്നാണ് ഇന്ത്യ പറയുന്നത്. അത് നിയമവിരുദ്ധമാണ്. ആ കരാർ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് ഇപ്പോഴും ഇന്ത്യയെയും പാകിസ്ഥാനെയും ബന്ധിപ്പിച്ചിട്ടുണ്ട്. കരാർ പ്രകാരമുള്ള ജലം നൽകാതിരിക്കുന്നത് UN ഉടമ്പടി പ്രകാരം തെറ്റാണ്, ബിലാവൽ പറഞ്ഞു. ജലം തരാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം വേണ്ടിവരുമെന്നും ബിലാവൽ ഭൂട്ടോ മുന്നറിയിപ്പ് നൽകി.